Yes, welcome back to Aegon Learning. So പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. പ്രാക്ടിക്കൽ എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുന്നു, പഠിക്കാൻ തുടങ്ങാം അല്ലേ? അപ്പോ എന്താണ് 2025 ജനുവരി 22 മുതൽ പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവർക്ക് അറിയാം ജനുവരി മാസം പ്രാക്ടിക്കൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഒഫീഷ്യൽ ആയിട്ട് ഇപ്പോഴാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ജനുവരി 22 ആവുമ്പോഴേക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താം. ഓർമ്മിക്കുക, തിയറിയിൽ ഒരുപാട് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഡേറ്റ് അറിഞ്ഞ് പഠിക്കണം അല്ലേ? യെസ്. അപ്പോൾ 22 തീയതി മുതൽ ഓരോ സ്കൂളുകളിലും ഓരോ ഡേറ്റിലായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും 22 ആരംഭിക്കും. ആൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാക്ടിക്കലിന് ചെയ്യേണ്ടി വരിക എന്ന് ഓൾറെഡി അറിയാം. അവർക്ക് നിങ്ങൾക്ക് സ്കൂളിൽ തന്നെ ബാച്ച് ആയിട്ട്, ഇപ്പൊ കെമിസ്ട്രീന്റെ കേസിലാണെങ്കിൽ 8 പേരോ 10 പേരോ അടങ്ങുന്ന ബാച്ച് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോരുത്തർക്കും ഡേറ്റ് കൊടുക്കുക ചെയ്യുക. എല്ലാവർക്കും ഒരേ ദിവസം ആയിരിക്കില്ല പ്രാക്ടിക്കൽ എക്സാം, ഒരേ ദിവസം ആവില്ല. ഓരോ ബാച്ചിനും ഓരോ സ്കൂളിലും ഡേറ്റ് വേറെ ആയിരിക്കും. പക്ഷെ എന്തായാലും 22 ആരംഭിക്കും. യെസ്. ആൻഡ് നമുക്ക് കെമിസ്ട്രി ഒന്ന് നോക്കാം. പ്രാക്ടിക്കൽ എക്സാം ഹാളിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ വേണം. എന്ത് എഴുതിയാൽ എത്ര മാർക്ക്, എന്തിനാണ് മാർക്ക്, അല്ലാതെ എക്സ്പെരിമെന്റ് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടോ? റിസൾട്ട് കിട്ടിയാൽ മാത്രം ഫുൾ മാർക്ക് എന്ന് വിചാരിക്കും. പക്ഷെ അല്ല, എന്തിനൊക്കെയാ നമുക്ക് നോക്കാം അല്ലെ? ഇപ്പൊ കെമിസ്ട്രി ആണെങ്കിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, സോൾട്ട് അനാലിസിസ് ആണ് ആദ്യം. രണ്ട് അനാലിസിസ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് രണ്ട് അനാലിസിസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. അതിൽ സോൾട്ട് അനാലിസിസ് നമുക്ക് കിട്ടുന്നത് എത്ര മാർക്കാണ്? 16 മാർക്കാണ് സോൾട്ട് അനാലിസിസിനകത്ത് വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് സോൾട്ട് അനാലിസിസിന് തന്നെയാണ്. അത് കാറ്റയോണിനെയും ആനയോണിനെയും ഡിറ്റക്ട് ചെയ്യാം. അതിന്റെ പ്രൊസീജിയറും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. കറക്റ്റ് ആയിട്ട് ചെയ്താൽ. പ്രാക്ടിക്കൽ ചെയ്ത് കിട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ വെറിഡ് ആവേണ്ട ആവശ്യമില്ല. Aegon's +2 ചാനൽ കംപ്ലീറ്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, സോൾട്ട് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ടൈട്രേഷൻ നമ്മൾ ചെയ്ത് കാണിക്കില്ല. അത് ഞാൻ പറയാം, ബൗണ്ടറിംഗ് ടെസ്റ്റ് ഒക്കെ സ്കൂളിൽ ചെയ്താൽ കിട്ടാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മളെ എന്ത് ചെയ്യാ, Aegon's +2 ചാനൽ. അത് മാത്രമല്ല, നമ്മൾ ഇനി കുറച്ച് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് തരും. അതായത് ചില ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലെ? അതിപ്പോ ബൗണ്ടറിംഗ് ആണെങ്കിലും പല ടെസ്റ്റുകളുണ്ട്. അപ്പൊ അതിന്റെ ടിപ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ബൗണ്ടറിംഗ് ടെസ്റ്റ് ഒക്കെ എല്ലാ സമയത്തും കിട്ടണമെന്നില്ല. നിങ്ങൾ സ്പെഷ്യൽ കേസിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ കിട്ടണമെങ്കിലുള്ള ടിപ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ. അപ്പൊ നോക്കുക, രണ്ടാമത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, അത് നമ്മൾ ടൈട്രേഷൻ ചെയ്യല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ടൈട്രേഷൻ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് കോൺവേർട്സ് ടൈട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതിനും 15 മാർക്കാണ്. ആൻഡ് അവിടെ അതിന്റെ പ്രിൻസിപ്പിളും, നിങ്ങൾക്ക് ഏതാണോ ടൈട്രേഷന് തന്നിരിക്കുന്നത് അതിന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും ആദ്യം എഴുതി കൊടുക്കും. അതിൽ പ്രിൻസിപ്പിളും പ്രൊസീജിയർ എഴുതുന്ന സമയത്ത് ഇക്വേഷൻസ്, നമുക്ക് ഏതെങ്കിലും ഇക്വേഷൻസ് അതിലുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ഇക്വേഷൻ 3 മാർക്കാണ്. ആദ്യത്തെ 5 മിനിറ്റിൽ നിങ്ങൾ ആ ഒരു പ്രൊസീജിയറും പ്രിൻസിപ്പിളും കൊടുക്കുക. ദെൻ റെക്കോർഡ് കംപ്ലീറ്റ് ഇപ്പോഴേ ചെയ്യാം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന റെക്കോർഡായിരിക്കും. ആ റെക്കോർഡിന് വെറും 4 മാർക്ക്. പക്ഷേ വെറും 4 എന്ന് പറയാൻ പറ്റില്ല. ആ 4 മാർക്ക് തന്നെയാണ്. നമുക്ക് ഫുൾ മാർക്കിലേക്ക് അതേപോലെ ചിലപ്പോൾ A+നൊക്കെ 1 മാർക്കൊക്കെയാണ് കുറവെങ്കിൽ ഇവിടെ നഷ്ടപ്പെടുത്തരുത് ഒരിക്കലും. ഫുൾ മാർക്ക് തന്നെ എയിം ചെയ്യുക. യെസ്. അതേപോലെ വൈവ 2 മാർക്കിനായിരിക്കും വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് നിങ്ങൾക്ക് അത് പ്രാക്ടിക്കലായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളോട് ചിലപ്പോൾ ടീച്ചർ എന്നോടൊക്കെ ടീച്ചർ ചോദിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ല ഏത് ടോപ്പിക് ആണെന്ന് ചോദിച്ചു, ഓർഗാനിക്. എന്നിട്ട് ഓർഗാനിക് 2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെയാവാം. ടീച്ചേഴ്സിന് അത് എന്ത് ചെയ്യുക, ടീച്ചേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുക. അതെ, വൈവയുടെയും ഒരുപാട് ഡെമോ വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. രസകരമായിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ഇൻ ടോട്ടൽ 40 മാർക്സിനായിരിക്കും കെമിസ്ട്രി പ്രാക്ടിക്കൽ നടക്കുക. ദെൻ ഫിസിക്സ് കൂടി നമുക്കൊന്ന്, ഫിസിക്സിലൊക്കെ അല്ലെ, ഫിസിക്സിലെ പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറി എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ദെൻ അപ്പാരറ്റസിന്റെ സെറ്റപ്പിന് 2 മാർക്സ് ആണ് കിട്ടുക. അതായത് ഫിസിക്സിൽ കുട്ടികൾക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. അതായത് ഒരു എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പകുതി മാർക്കായി പോകും എന്നുള്ള തോട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമല്ല. അത് ഓരോന്നിനും ഓരോ പാർട്ടായി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ വരുന്നത് നിങ്ങളുടെ എക്സ്പെരിമെന്റിന്റെ ആ ഒരു പെർഫോമൻസ് ആണ് 6 മാർക്കാണ്. ദെൻ റിസൾട്ടിന് 4 മാർക്ക്. അതായത് ഇത്രയും എഴുതി നിങ്ങൾ റിസൾട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അവർക്ക് എത്ര മാർക്ക് പോകും? 4 മാർക്കാണ് നഷ്ടപ്പെടുക. ഫിസിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൈന്യൂട്ട് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. വൈവയ്ക്ക് മാർക്ക് കുറവാണ്. കമ്പാരിറ്റീവ്ലി കെമിസ്ട്രിയേക്കാൾ മാർക്ക് കുറവാണ്. 1 മാർക്ക് മാത്രമേ വൈവയ്ക്കുള്ളൂ. നെക്സ്റ്റ് ദെൻ 2 എക്സ്പെരിമെന്റ് ആയിരിക്കും ഫിസിക്സിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക. കെമിസ്ട്രിയിൽ ഒരു സോൾട്ട് അനാലിസിസും ഒരു ടൈട്രേഷനും ഉണ്ട്. ഫിസിക്സിലാണെങ്കിൽ 2 എക്സ്പെരിമെന്റിൽ ടോട്ടൽ ആയിട്ട് ചെയ്യണം. ഒരെണ്ണത്തിന് 18 മാർക്ക്, 2 36 മാർക്ക് പ്ലസ് 4 മാർക്ക് റെക്കോർഡിന്റെ 40 മാർക്ക്. യെസ്. അപ്പൊ ഫിസിക്സും നമ്മൾ പറഞ്ഞു. ഫിസിക്സും ബയോളജിയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. വീഡിയോ ഒരു വീഡിയോ ഉണ്ട്. ഇനി ഒരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ടിപ്സ് ഒക്കെ ആയിട്ട്. യെസ്, അതിനുവേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ
ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് വ്യക്തമായിട്ട് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. റെഡി അല്ലേ? അതേപോലെ ഈ ഒരു വീഡിയോ ഡേറ്റ് അറിയാത്ത കുട്ടികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കും അല്ലെ? ആ ഡേറ്റ് അറിഞ്ഞ് പഠിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം. കാരണം മാർച്ച് മാസത്തിൽ ഇംപ്രൂവ്മെന്റിന്റെയും പബ്ലിക് എക്സാമിന്റെയും ഒക്കെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇത് മിക്സ് ആയി പോരുത്. നന്നായി പഠിക്കുക. ഓക്കെ, ബൈ.